ഹലോ ഗായ്സ്, നമ്മുടെ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പാർട്ട് അറിയില്ല ഏതാണ് പാർട്ടെന്ന് ഞാൻ നോക്കുന്നില്ല ഗായ്സ്, ബട്ട് എൻ്റെ ലെവലിൽ നോക്കൂ. ഇപ്പം നമ്മൾ ഇന്ന് സെക്കൻഡ് സീലോട്ട് പോവാണ്. നമ്മുടെ ബുദ്ധ ട്രാൻസ്ഫർ എനിക്ക് ആ കണ്ണാടി കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് സെക്കൻഡ് സീൽ പോവാം. ഞാൻ സെക്കൻഡ് സീലോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നോക്കി. അപ്പോൾ നമുക്ക് സൈബോർഗിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കാം. ആകെ 10 മില്യണേ ഉള്ളൂ. 6 മില്യൺ വേണം ലെവൽ പോകാൻ. വേണമെങ്കിൽ 699 ആക്കി വെക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് 625 ആക്കിയത്. ഞാൻ ഒരു യൂട്യൂബർ ആണെന്നുള്ള കാര്യം ഓർത്ത പിന്നെ ഗ്രൈൻഡായിരിക്കും. നമ്മൾ 100Kയോട് വളരെ ക്ലോസ് ആണ്. എല്ലാവരും തന്നെ സബ് ചെയ്യുക. കുറച്ച് സബും കൂടെ മതി നമുക്കിനി 100K അടിക്കാൻ. ഇവിടെ ലാഗ് അടിക്കുന്നു. ഇവിടെ ലാഗ് കാരണം കേട്ടോ ചാവുകയാണെങ്കിൽ. ലാഗ് കേട്ടോ ഗൈസ്, ലാഗ. എൻ്റെ വയസ്സ് നോക്കിയാൽ 691K ഉണ്ട്. ഞാൻ ഇൻസ്റ്റൻറ്റ് മേടിച്ചായിരുന്നു. ഞാൻ വീഡിയോ ആയിട്ടല്ല ഇട്ടേ. ഞാനതാണെങ്കിൽ ഷോർട്സ് ആയിട്ടിട്ടു. അപ്പം അത്യാവശ്യം പേര് കണ്ടു. വീഡിയോ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാണുമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ വീഡിയോയ്ക്കുള്ള അത്ര വലിയ കണ്ടൻറ്റൊന്നും അല്ല അതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ആയിട്ടിടാൻ. ഇവിടെ ഇവനെപ്പോഴും ഇത്രയും പാടായേ. ഞാൻ ഈസിയായിട്ട് കൊണ്ടുകൊണ്ടിരിക്കണേന്ന്. ഇവനെങ്ങനെ ഇത്രയും പാടായ? ഞാൻ നേരത്തെ ഈസിയായിട്ട് കൊണ്ടു. ഇങ്ങനെ വളഞ്ഞടിച്ചാൽ മതി. പോടാ. ഇവന് ഇപ്പൊ ഇത്രയും പാടായ? ഇതിപ്പോ തണ്ടർ ബോർഡ് കൂട്ടായല്ലോ. ഞാൻ ഇവന്റെ സ്കില്ലൊക്കെ ഡോഡ്ജ് ചെയ്യുക. ഓ പാർട്ടി ഡോഡ്ജ് ഹെൽത്തില്ല. ഹെൽത്ത് കൊട്ടാ മാറടാ. ഹെൽത്ത് കൊട്ടാ ഈ 300 ചത്ര നോക്കണ്ട. 300 ഉള്ളായിരുന്നു. അവിടെ ഇത്രയും പവറൊക്കെ എന്നാടോ വന്നേ. ടൈം കളയല്ല കേട്ടോ ഗൈസ്. അവനോട് റീജനെ ആവണതിൻ്റെ മുമ്പ് പോകണം നമുക്ക്. ടൈം കളയല്ല. എല്ലാം പോണ വഴിയിലങ്ങ് ചെയ്യുക. റീജനോടെ ഇനി കൈ കൊണ്ട് മാത്രം അടിക്കും. അറിയില്ല അത്. എടാ ഇവനെ കൊല്ലാൻ ഇത്രയും പാടൊന്നുമില്ലായിരുന്നല്ലോ. ഇതിപ്പോ എല്ലാം വന്നു. കണ്ടോ ഇങ്ങനെ കൂട്ടിയായിരുന്നു. ഇതുപോലെ ഈസി ആയിട്ട് കൊണ്ടുവന്നിട്ടില്ല സൈബോർഗിനെ കൊല്ലാൻ വേണ്ടി വലിയ ലെവല് വേണ്ടത്. എടാ ഹെൽത്ത് കൂട്ടാ സൈഡിൽ നിന്ന് വന്ന് അടിക്കണേ. അയ്യോ അതൊക്കെ ഭയങ്കര ഡാമേജ് ആട്ടാ. സൈബോർഗ് എൻ്റെ മറ്റേ പേരൊക്കെ അറിയാം എനിക്ക്. ഫർട്ടിൻ ബോസ് 699. എടാ വീണ്ടും അവൻ ഡ്രോപ്പ് ചെയ്തടാ. എന്തിന്? എനിക്ക് കിട്ടിയതല്ലേ. 6 കിട്ടി. ഓ എല്ലാം കൂടെ എടുത്ത് ഞാൻ പൊട്ടിച്ച് പോറ്റൊരു ക്വസ്റ്റ് ചെയ്ത. ഇനി നമ്മൾ ഇവന്മാരുടെ ക്വസ്റ്റ് ചെയ്യാൻ സെക്കൻഡ് സീൽ ഫൈനലി പോവാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഈ ഗെയിം എൻ്റെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് അധികം നാളായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ വീഡിയോ ഇട്ടത് 1 മാസമായിരുന്നു. നാളെ കളിക്കാൻ അറിയാത്ത ഞാൻ ഇവിടം വരെ ഇത്രയും പെട്ടെന്ന് എത്തിച്ചില്ലേ. അപ്പോൾ ഞാനിത് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഗൈസ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സെക്കൻഡ് സീ പോണേ എങ്ങനെയാണെന്ന് നോക്കിയത് വരെ വീഡിയോ കണ്ടിട്ടോ. പിന്നെ കുറേ കോഡ്സ് ഉള്ളത് കൊണ്ട് വേഗം ലെവലപ്പായി.
പക്ഷെ അതൊക്കെ ഞാൻ 100 ലെവലുള്ളപ്പോൾ അടിച്ചു ഗൈസ്. അതാണ് മണ്ടത്തരം പറ്റിയത്. അതുകൊണ്ട് ഈ സമയത്തൊക്കെ നല്ലോണം ഗ്രൈൻഡ് ചെയ്യേണ്ടത്. ഇല്ലായിരുന്നേ ഇപ്പോൾ പെട്ടെന്ന് ആയേനെ. ഞാൻ ആ 100 ലെവലുള്ള സമയത്തല്ല അടിച്ചു. ഇൻസ്റ്റന്റ് എനിക്ക് വലിയ യൂസായിട്ട് തോന്നിയില്ല കേട്ടോ ഗൈസ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇൻസ്റ്റന്റ്. വിലക്കുള്ള അത്രയും ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ആയിരിക്കുന്നു ഗൈസ്. ഇനി നമ്മൾ സെക്കൻഡ് സീലോട്ട് പോവാണ്. ഈ ഫസ്റ്റ് സീലോട്ട് തിരിച്ചു വരുമായിരിക്കും. ഞാൻ പ്രസന്റിലോട്ട് പോട്ടെ. പ്രസന്റ് ഈ ഫൗണ്ടൻ സിറ്റിയുടെ അടുത്താണെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് വഴിയൊന്നും അറിയില്ല ഗൈസ്. അതൊക്കെ പ്രസന്റ് എവിടെയാ? ഞാൻ വഴിയല്ല മാറുന്നു. പ്രസന്റിൽ പോയിട്ട് സ്വാനെ കൊല്ലണം. ഡിക്റ്റേറ്റീവിൻ്റെ അടുത്ത് സംസാരിക്കാം. നോ എവിടെ? ഫൗണ്ടൻ സിറ്റി അല്ല, സെക്കൻഡ് ഇവിടെ മറ്റേ മിസ്സായ ഞാനിനി എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാണോ? അയ്യോ, പറ്റിച്ചാവില്ലേ. ബുദ്ധ നീന്തണം കാണാൻ നല്ല രസമാണ് ഗൈസ്. ഇന്നലെ ഞാൻ മിനിഞ്ഞാന്നെങ്ങാണ്ട് വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. ബുദ്ധയാണെങ്കിൽ ഞാൻ സേഫ് സോണിലല്ലായിരുന്നു തിന്നത്. ഒരുത്തനാണെങ്കിൽ അപ്പം തന്നെ വന്ന് കൊല്ലുകയും ചെയ്തു. ജസ്റ്റ് മിസ്സിനാ. എനിക്ക് അങ്ങനെ ചെയ്യല്ലേന്ന് പറഞ്ഞ താങ്ക് യു ബ്രോയോട്. ആരാന്ന് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് പേര് പറയാത്തത്. ആ ബ്രോ പറഞ്ഞത് നന്നായി. അതുകൊണ്ട് ഞാനിനി ഓർക്കും തിന്നുമ്പോൾ. ഫ്രൂട്ട് നല്ലതല്ല. സേഫ് സോണിൽ വെച്ച് അൺസ്റ്റോർ ചെയ്തു. എൻ്റെ സ്പീഡ് കൂടിയോ? V4 തന്നെ അല്ലേ ഞാൻ? V1 നോക്കട്ടെ. എൻ്റെ V1 ആണോ? എൻ്റെ ബുദ്ധയാട്ടോ ഞാൻ ഷോക്കേസ് ചെയ്തിട്ടേ. നല്ല ഗൈസ്. അവിടെ എന്തിയടാ കിടക്കണ പോലെയാണോ? ഇതിൽ കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചു പോവാം. അപ്പൊ കാണുമായിരിക്കും ഗൈസ്. ഓക്കെ, ചാനലെല്ലാവരും ലൈക്ക്, സബ്, ഷെയർ എല്ലാം ചെയ്തേക്ക്. റോഡ് 100K പോട്ടെ. 100 സബ്ബാണ്. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 10 ഈസി അല്ലേ? അടിക്ക് ഗൈസ്. എന്താണ് നമ്മുടെ ഒരു വീഡിയോക്ക് നിങ്ങൾ 10 ലൈക്ക് തരാറില്ല? എന്താണ്? ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോയാൽ എന്താണ്? പ്രിസൺ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രിസൺ അങ്ങോട്ടാണെന്നാണ് തോന്നുന്നു. അവിടെ ഞാൻ കണ്ട പോലെ എനിക്ക് തോന്നുന്നു. ഇൻസ്റ്റന്റ് ഓൺ ആക്കണ്ടോടി. ഇൻസ്റ്റന്റ് ഓൺ ആക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. വഴി മാറിയാ? ഞാൻ കണ്ടത് എവിടെയാ? കാണുന്നതാണോ? ഞാൻ പ്രിസണിൽ എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്.
ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിസന്റ് ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ വന്നു ഗൈസ്. ഇതാണെങ്കിൽ കുറച്ചും കൂടി കാണാമല്ലോ. നമ്മൾ ഇത് പ്രിസൺ തന്നെയല്ലേ? അതെ, നമ്മൾ പ്രിസണിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ ഡിറ്റക്റ്റീവ് ആണ്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ജംഗിളിലോട്ട് റിപ്പോർട്ട് ചെയ്യും. കീ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ സ്നോ വില്ലേജിലോട്ടാണ് പോകേണ്ടത്. അമ്മമാർ പീഡിപ്പിക്കല്ലോ, ആരുടെ പീഡിപ്പിക്കല്ലേ? എന്നെ നിനക്കൊന്നും അറിയത്തില്ല. എടാ, നീ പീഡിപ്പിക്ക് വന്നിട്ട് പോയാൽ മതി. നീക്കിനി പീഡിപ്പിക്ക് വന്നിട്ട് പോയാൽ മതി. കിബിടിയാണ് ഇത്. ഓടോ, അവൻ്റെ ഫ്രൂട്ട് ഉണ്ടോ? നീ എന്നാ അതാറോ ഒന്നെന്നെ. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ പോവാം. നമ്മുടെ ഗുഡ് ലക്കിങ് എന്ത് ചെയ്യാ? അവൻ്റെ നേരെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഗുഡ് ലക്കിങ്, ഗുരുല ഗുരുലക്കിങ്, ഗുരുല ഗുരുല ഗുരുലക്കിങ്, ഗുരുല. ഇതെന്തിയടാ? പറക്ക് ഓ. ഓടാ നേടാ ബെറി, ഓറഞ്ച് ബെറി. എനിക്ക് ഇൻസ്റ്റൻ്റ് കളറൊക്കെ മാറ്റാനുള്ള ഓറഞ്ച് ബെറി. ഇത് കൊച്ചൊക്കെ എന്നെ ഇടിക്കാണ്ടല്ലോ, നീ ഒറ്റടിക്കാവും. എടാ, ഇവിടെ വരെ വന്നിട്ട് നമ്മുടെ ഗുഡ്ലാക്കി ഇങ്ങനെ കാണാണ്ട് പോയാൽ എനിക്ക് വിഷമം. ഒരടിക്കുക ഈസി. ഇപ്പോഴൊക്കെ ഈസി ആയിട്ടോ റേസ് എല്ലാവരും. ഞാൻ സ്നോ വില്ലേജ്, ഫ്രോസൺ വില്ലേജിൽ എത്തിയിട്ട് കാണാം. ഫ്രോസൺ വില്ലേജ് എത്തിയിട്ട് കാണാൻ അത്ര പാടൊന്നുമില്ല ഗൈസ്. ഇതേ ഇരിക്കണു ഫ്രോസൺ വില്ലേജ്. ഇനി വീണ്ടും പ്രിസണിലോട്ട് പോകണമെന്ന് വിഷമം. ഓ, ഇനി പ്രിസണിലോട്ട് പോകണല്ലോ അവിടെ. ഇതെന്താണ് ഇത്രയും താമസിക്കണേ? എന്നിട്ട് ഇവിടെ ആരോടാ സംസാരിക്കണ്ടേ? ഫ്രോസൺ വില്ലേജിൽ വന്നിട്ട് സംസാരിക്കുമല്ലോ, ആരെ കൊല്ലണം. ഏടാ, പ്രാന്തന്മാരെന്നെ കൊന്നപ്പോ കീ പോയടാ. എടാ പോടാ, കീയും പോയി. ഇനിയിപ്പോൾ വാ, ഇവിടെ ഹോം പോയിന്റ് സെറ്റ് ചെയ്തിട്ട് പോവാം. എന്നാൽ ഗൈസ്, ഞാൻ വീണ്ടും ഇവിടെ എത്തിയിട്ട് കാണാം. അവന്മാർ കാരണം എന്തൊക്കെ ചെയ്യണം. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ പ്രിസണിൽ എത്തിയിട്ടുണ്ട്. പ്രിസണല്ലേ? അതേന്ന് തോന്നുന്നു.
അയ്യോ ട്രാൻസ്ഫോം ആവും. ബുദ്ധക്കേ പറ്റൂ. ബുദ്ധയുടെ ഉപകാരം അത് നല്ലൊരു സാധനം കേട്ടോ. ബുദ്ധക്കാണ് എയർ ജമ്പ് വായിൽ വെച്ച് ചെയ്യാൻ പറ്റും, വെള്ളത്തിലൊക്കെ വെച്ച്. ഇനിയിപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരണല്ലേ. ഇവൻ്റെ അടുത്ത് ആദ്യം സംസാരിക്കുക. ഇവൻ കുറേ കാര്യങ്ങൾ പറയും, പക്ഷെ അതെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്യുക. ഹോം പോയിൻ്റ് അടിക്കുക. പക്ഷെ ആകുമ്പോൾ തന്നെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അവിടെ ഹോം പോയിൻ്റ് സെറ്റായിട്ടുണ്ട്. അതാണ് എൻ്റെ ബുദ്ധി. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? എവിടെ ബുദ്ധേനെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമെന്ന് പറ. ഇനി കീ അങ്ങ് എടുത്ത് ഇവിടെ കിട്ടുക. എന്നിട്ട് നമ്മൾ ഈ വാട്ടർ കുമ്പച്ചങ്ങ് ഇടിച്ചങ്ങ് കൊല്ലുക. ചാവാണ്ട് നോക്ക്. ഇവിടെ ചെക്കന് വലിയ ഡാമേജ്. അയ്യേ, ഇവനാണ്. ഇവൻ്റെ പേരാണ് ഐസർ മില്ലർ. ഇവനെ കൊല്ലുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് സീനിലോട്ട് പോവാം ഗൈസ്. ഫ്രോസൺ വില്ലേജ് ട്രക്ക് ആയിട്ടില്ല കേട്ടോ ഗൈസ്. ഫ്രോസൺ വില്ലേജിൻ്റെ ഫ്രണ്ടിൽ പോയി ഇവിടെ സ്റ്റക്കായി വിളിച്ചായി. അപ്പോൾ ഗൈസ് ഞാനിനി വീണ്ടും പ്രസന്റ് എത്തിയിട്ട് കാണാം. എന്തൊക്കെ പണിയാന്ന് നോക്കണേ ഗൈസ്. കഷ്ടപ്പെട്ട് 700 ലെവലാക്കിയിട്ടേ വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് പണിയാണ്, ഭയങ്കര പണിയാണ്. ബുദ്ധനെ കാണാൻ നല്ല രസമല്ലേ ട്രാൻസ്ഫോം ആകുമ്പോൾ. ഇനി നേരെ അങ്ങോട്ട് വിടുമ്പോൾ കാണാൻ പറ്റും. അല്ലേ, അധികം ടൈമൊന്നുമില്ല. എന്നാൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും അല്ലേ? വേണ്ടായിരിക്കും. ഇതേ നമ്മളെത്തിയിട്ടുണ്ടാവും. അപ്പം തന്നെ എത്തും. ഇതേ സൈഡിലോട്ട് നോക്കിയാൽ കാണാം. ഇപ്പം തന്നെ കാണാം. ഇതേ ഉണ്ടാക്കിയോ. ഞാൻ ഇവിടം വരെ എത്തിക്കാൻ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ ഗൈസ് നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നു 725 ആവുമ്പോഴാണ് സെക്കൻഡ് സീലെ ക്രിസ്റ്റ് എടുക്കാൻ പറ്റണമെന്ന്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഫസയിൽ വന്നു. അതിന് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ചങ്ങ് വെക്കും, എന്നിട്ടങ്ങ് വരും. ഇവിടെ സെക്കൻഡ് സീ പോയാൽ മാത്രമേ അവിടെ വരുള്ളൂ അല്ലേ? അല്ലാണ്ട് സെക്കൻഡ് സീല ഞാൻ പിന്നെ ചാടേ. നമ്മുടെ ഓറ ചെസ്റ്റ് ആയിട്ടുണ്ട്, ചെസ്റ്റിൽ വരെ. ഇനി പാൻറ്റിനും ഫേസിലൊക്കെ ആവാനുള്ളത്. ബിൽട്രേന എന്നെ സെക്കൻഡ് സീലോട്ട് എടുത്തോ. മിഡിൽ ടൗണിൽ പോവാം ഗൈസ്. ഞാൻ വിചാരിച്ചു ഇപ്പം പോവാന്ന്. മിഡിൽ ടൗണിലും പോകണം. ഓക്കെ, നമ്മൾ ഇവിടെ എത്തി. സെക്കൻഡ് സീലോട്ട് പോവാം. കമോൺ ക്യാപ്റ്റൻ. ട്രാൻസ്ഫോം ആവാൻ പറ്റുമോ? ഇല്ല. ടേക്ക് മീ ടു സെക്കൻഡ് സീ. ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓ മൈ ഗോഡ്, യെസ്. ഓ ഗൈസ്, ഫൈനൽ സെക്കൻഡ് സീലെത്തിയിട്ടുണ്ട്. 5 ഗ്രൈൻഡായിരുന്നു പറയുമോ?
കളിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ബുദ്ധ വൈക്കം ചെയ്യണമെങ്കിൽ സെക്കൻഡ് പോയിട്ട് ട്രേഡ് ചെയ്യണം. പിന്നെ കുറേ കാര്യങ്ങൾ കിഡ്സിനെയൊക്കെ ട്രേഡ് ചെയ്തെടുക്കണം. ഓ വൈബായിരിക്കും ഗൈസ്. എന്താ റോഡായി കയറാം. ഇതെന്താ നിങ്ങൾ തന്നെ ബുദ്ധ വൈക്കം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യട്ടത്. ഒറ്റയ്ക്ക് വൈക്കം ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് എനിക്ക്. ഓക്കെ ഗൈസ്, സെക്കൻഡ് സീലത എത്തി. ടൈറ്റിലും കിട്ടി 2 പൈററ്റ്സ് ആയിട്ടുണ്ട്. ഇതെന്താ താഴെ ഇങ്ങനെയൊക്കെ. കിങ്ഡം ഓഫ് റോസ് ഇതൊരു ബാറ്റ് കിട്ടി സെക്കൻഡ്. ഇപ്പോൾ നമ്മുടെ ഫ്രാഗ്മെൻറ്റ് കാണിച്ചിട്ടോ 0 ആണ്, പക്ഷേ ഫ്രാഗ്മെൻറ്റിൻ്റെ ഒരു സാധനം ജസ്റ്റ് ആർക്കറിയാം. നമുക്ക് ഇപ്പോൾ മറ്റേ സ്പിൻ ചെയ്ത് നോക്കാം. ഒരു ഫ്രൂട്ട് ലക്ക് നോക്കാം. നമ്മുടെ ഇവിടുത്തെ നിയർ ബി അവനാട്ടോ നമ്മുടെ ഗസ്റ്റിൻ്റെ ആള്. ഇതെവിടെയാടാ സ്പിൻ ചെയ്യണ സാധനം? ആ ട്രേഡ് ചെയ്യാനൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോഴാണ്. ഇവിടെയും ഇല്ല. ഇതെവിടെയാ? ഇത് അവിടെ തിളങ്ങണുണ്ടോ സൂര്യനൊക്കെ? എന്താടേ കാണാൻ പറ്റുന്നില്ലല്ലോ. ഇതെവിടെയാ? ഒരു ഫ്രൂട്ട് സ്പിൻ ചെയ്തിട്ട് അവിടെ ഹോം ബോയിൽ പറ്റിയ ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റുമോ? ഇവിടെ ജസ്റ്റ് മിസ്റാ. ഇവിടെ ഇല്ല. എവിടെയാണ് പിന്നെ? അവിടെയാണോ? അല്ല, അവിടെ വേറെ എന്തോ. അവിടെ വേറെ ഒരുത്തനൊക്കെ ഫൈറ്റ് ചെയ്യുക. കണ്ടു. ഇതായിരിക്കും ഫ്രൂട്ട് സ്പിൻ ചെയ്യണ ആളല്ലേ? ഇവിടെയല്ലേ? ഇതിൽ കൂടെ കയറാൻ പറ്റില്ലേ? ഓ ഇവിടെയാണല്ലേ. ട്രേഡ് ചെയ്യുന്നു അവന്മാർ 2 ഫ്രൂട്ട് സ്പിൻ ചെയ്യണമാരെന്തെയോ. ഇവിടെ കാണുന്നില്ലല്ലോ. അവരെന്തി? അവനെ കാണാനില്ല ഗൈസ്. ഓ മൈ ഗോഡ്, അവനെന്തി? ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടായാൽ മതിയായിരുന്നു. ഉണ്ട് ഗൈസ്, ഇതാട്ടോ ഇവന്. എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്ത് കിട്ടും? എന്തൊക്കെയും ആവട്ടെ, നമുക്ക് സ്പിൻ ചെയ്യാനുള്ള പൈസ ഉണ്ട്. 129 കെയോ. കുറച്ച് കട്ടിയാണ്. എന്താ സ്റ്റക്കായോ? ഇതൊന്നും അനങ്ങാത്തെ ഗൈസ്. നിൽക്കട്ടെ ഗൈസ്. ഓക്കെ, സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. സെറ്റായിട്ടുണ്ട്. ടീരക്സൊക്കെ ഇതേ എൻ്റെ എന്തോരം മിത്തിക്കളാ. യുറ്റി റോക്കറ്റോ? ക്രിയേഷൻ പ്ലീസോ? സ്മോക്ക് റോക്കറ്റ് സ്പിന്നും കിട്ടാത്ത ഭാഗ്യം. ബ്ലേഡ് ഓൾസോ അൺബോക്സ്ഡ്. കൺഗ്രാറ്റുലേഷൻ. ഇവിടെയല്ല, ട്രേഡ് ചെയ്യാണ്. ആരില്ലേ ട്രേഡ് ചെയ്യാൻ? പാടാ ആരെങ്കിലും? ഒന്നിരിയടാ ആരെങ്കിലും ഇരുന്നാലേ. എന്നാൽ ശരി ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.